അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞു. ഏഴാം പൂജയും കഴിഞ്ഞു. ഏഴാം പൂജയ്ക്കാണ് അവിടെ പുഴുക്ക് വഴിപാടൊക്കെ നടത്തുന്നത്. ഇതാണ് വളവനാട് അമ്പലം. ഇവിടെ ഭദ്രയും ദുർഗയും ആണുള്ളത്. രണ്ട് ദേവിമാർക്കും ഒരേപോലെ അമ്പലവും കൊടിമരവും ഒക്കെ ഉണ്ട് ഇവിടെ. പുതിയതായിട്ട് നിർമ്മിച്ച നടപ്പന്തലാണിത്. ഇത്തവണത്തെ ഉത്സവം കുറച്ചുകൂടെ കളറായിട്ടുണ്ട്. തെക്കേ ചേരുവാരവും വടക്കേ ചേരുവാരവും ഉണ്ട് ഇവിടെ. ഏതാണ് അടിപൊളിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തെക്കേ ചേരുവാരം തന്നെ. വെടിക്കെട്ടൊക്കെ കാണണമെങ്കിൽ തെക്കേ ചേരുവാരത്തിന് തന്നെ വരണം. ഈ വർഷം അമ്പലം സ്വന്തമായിട്ടുണ്ടാക്കിയ കോഴിയന്നമാണിത്. കോഴിയന്നം പലരും ഉണ്ടാക്കിക്കൊണ്ട് വരുമെങ്കിലും അമ്പലത്തിന് ഇതാണ് സ്വന്തം. ഉത്സവത്തിന് പോകുന്നത് കൊണ്ട് ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഇതുപോലെ വാങ്ങിക്കാം. 1-2 ദിവസം ഇത് കൊണ്ട് നടക്കും. പിന്നെ അടുത്ത ദിവസം തട്ടുംപുറത്ത് കയറ്റും. ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ മാത്രമേ ഇപ്പോൾ ജീവിതത്തിനുള്ളൂ. എന്നും ഒരേപോലെ തന്നെയല്ലേ? രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, പഠിക്കുന്നു, ഉറങ്ങുന്നു. പിറ്റേ ദിവസം ഇതുതന്നെ തുടരുമല്ലേ? ഇതുപോലുള്ള ഉത്സവമൊക്കെ വരുമ്പോഴാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ ഫോൺ ഉപയോഗം കുറയ്ക്കാനും പറ്റും. അങ്ങനെ രാവിലെ എൻ്റെ ഡ്യൂട്ടി തുടങ്ങി. എന്നത്തെയും പോലെ ഇന്നും നല്ല മടിയുണ്ട്. എന്നാലും പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിക്കൂട്ടി. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. രാവിലെ തന്നെ ചൂട് തുടങ്ങി. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഉച്ചത്തേക്കുള്ള ചക്കപ്പുഴുക്കും രസവും ഒക്കെയാണിത്. രാവിലെ തന്നെ എല്ലാ ജോലിയും തീർത്ത് എവിടെയെങ്കിലും കുത്തിയിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എൻ്റെ പീച്ചിങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് റെഡിയായി കഴിഞ്ഞാൽ ജോലി തീർന്നോ എന്ന് ചോദിച്ചാൽ ജോലി തീരുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം.